എംജിക്ക് വിട നൽകുകയാണ്. കേരളം എം ജി വാസ്തവൻ നായർ അനുജനും ഗുരുനാഥനും എന്നാണ് പ്രൊഫസർ എം ലീലാവതി ടീച്ചർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. പ്രതികരണത്തിലേക്ക്. എൻ്റെ ഒരു അനുജനെ പോലെ ആയിരുന്നെങ്കിലും അദ്ദേഹം എനിക്കൊരു ഗുരുനാഥനെ പോലെ ഉള്ള അവസ്ഥയിലാണ് എൻ്റെ മനസ്സ് അദ്ദേഹത്തിനെ കാണുന്നത്. എനിക്ക് അത്രയേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അദ്ദേഹം. ലിഖിത സാഹിത്യത്തിൽ എന്ന പോലെ തന്നെ ദൃശ്യകലാ സാഹിത്യത്തിലും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്നുള്ള ഒരു വരം കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രമാണെന്നാണ്. അങ്ങനെയാണ് എൻ്റെ തോന്നൽ. പ്രൊഫസർ എം ലീലാവതി ടീച്ചർ ഇപ്പോൾ എം ജിയെ അനുസ്മരിക്കുകയായിരുന്നു. തന്ന പ്രോത്സാഹനങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ ഇതിനോടകം കോഴിക്കോട് എം ജിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. എം മുകുന്ദൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ. നേരത്തെ മുഖ്യമന്ത്രി എത്തിയിരുന്നു. അങ്ങനെ സാംസ്കാരിക കേരളം ഒന്നടങ്കം കോഴിക്കോട്ടേക്ക് എത്തുകയാണിപ്പോൾ. കവി മധുസൂദനൻ നായർ ഇപ്പോൾ അനുസ്മരിക്കുകയാണ് എം ടിയെ. ഇത് നമുക്ക് വിലാപകാലമാണ്. ഒരു മഹാപ്രകാശത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം നമുക്ക് കിട്ടാതായിരിക്കും. അദ്ദേഹം പാടെ മറഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ആ തേജസ് പ്രത്യക്ഷമായി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ സനാഥരായിരുന്നു. ഇപ്പോൾ അനാഥരായി. എൻ്റെ ബാല്യം തൊട്ട് എന്നെപ്പോലുള്ളവരെ മുഴുവനും നല്ല അക്ഷരം പഠിപ്പിച്ച മഹാനായ പുതുമലയാണ്മയുടെ എഴുത്തച്ഛനാണ് അദ്ദേഹം. തുഞ്ചൻപറമ്പ് എന്ന അക്ഷരത്തിൻ്റെ പീഠം ദേശീയ മനസ്സിൻ്റെ സംഗമസ്ഥലമാക്കി മാറ്റിയതിലൂടെ അദ്ദേഹം നിർവഹിച്ചത് സ്നേഹ സൗഹൃദങ്ങളുടെ സംഗമം കൊണ്ടാണ് ഒരു രാജ്യത്തിലെ ജനതയെ ഒരുമിപ്പിക്കേണ്ടത് എന്ന ഒരു രാഷ്ട്രീയ പാഠമാണ്. അതാണ് മഹാരാഷ്ട്രീയം എന്ന് എന്നെപ്പോലുള്ളവരുടെ കൊച്ചു മനസ്സ് ഇപ്പോഴും കരുതുന്നു. എല്ലാ മനസ്സുകളെയും, കുഞ്ഞു മനസ്സുകളെയും വൃദ്ധ മനസ്സുകളെയും കൂടെ ഒരുപോലെ വാത്സല്യത്തോടെ തഴുകാൻ പറ്റിയ, എല്ലാം ഉള്ളിലൊതുക്കിയ, പുറമേ വളരെ പരുക്കൻ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മഹാമേരുവായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന് എൻ്റെ പ്രത്യക്ഷമായ അനുഭവം. അദ്ദേഹത്തിൻ്റെ വാത്സല്യം വാക്കുകളിൽ പുറമേ തൂവിപ്പോകുന്നതല്ല. നിളയുടെ ജലകണികയുടെ ഉള്ളിൽ ഉള്ള മാസ്മരമായ ഏതോ ജീവചൈതന്യം പോലെയാണ് എം ടിയുടെ വാക്കുകൾ നമ്മുടെ തലമുറകളുടെ മണ്ണിൽ, മനസ്സിൽ അരിച്ചരിച്ച് കയറി അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടും ഉത്തേജിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അതിനിയും തുടരണം എന്നാണ് എന്നെപ്പോലുള്ളവരുടെ വലിയ അനുഭവം. അത് എന്തുകൊണ്ട് അക്ഷരം മാത്രമല്ല, ചലച്ചിത്രം തുടങ്ങിയിട്ടുള്ളതുപോലും അദ്ദേഹം ഇതിലേക്കായിട്ട് വളരെ പ്രതിഭാപൂർണമായിട്ട് നിർവഹിച്ചു, അതുല്യമായ ശൈലിയിൽ. അതിലൂടെ അദ്ദേഹം അനുസ്മരിക്കുകയായിരുന്നു.